न उवाच सन्न्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेय एतयोरेकं तन्मे ब्रूहि सुनिश्चितम्। श्रीभगवानुवाच सन्न्यासकर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मसन्न्यासाद् कर्मयोगो विशिष्यते। ज्ञेयः स नित्यसन्न्यासी यो न द्वेष्टि न काङ्क्षति निर्द्वन्द्वो हि महाबाहो सुखं बन्धात् प्रमुच्यते। साङ्ख्ययोगौ पृथक् बालाः प्रवदन्ति न पण्डिताः एकमप्यास्थितः सम्यग् उभयोर्विन्दते फलम्। यत्साङ्ख्यै प्राप्यते स्थानं तद्योगैरपि गम्यते। एकं साङ्ख्यं च योगं च यः पश्यति स पश्यति। सन्न्यासस्तु महाबाहो दुःखमाप्तुमयोगतः योगयुक्तो मुनिर्ब्रह्मा न चिरेणाधिगच्छति। योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रियः सर्वभूतात्मा भूतात्मा कुर्वन्नपि न लिप्यते। नैव किञ्चित् करोमीति युक्तो मन्येत तत्त्ववित्। पश्यन् शृण्वन् स्पृशन् जिघ्रन् अश्नन् गच्छन् स्वपन् श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिषन् निमिषन्नपि इन्द्रियाणीन्द्रियार्थेषु वर्तन्त इति धारयन् ब्रह्मण्याधाय सङ्गं त्यक्त्वा करोति यः लिप्यते न स पापेन पद्मपत्रमिवाम्भसा। कायेन मनसा बुद्ध्या केवलैरिन्द्रियैरपि योगिनः कर्म कुर्वन्ति सङ्गं त्यक्त्वात्मशुद्धये। युक्तः कर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्ठिकीम्। अयुक्तः कामकारेण फले सक्तो निबध्यते। सर्वकर्माणि मनसा सन्न्यस्यास्ते सुखं वशी नवद्वारे पुरे देहि नैव कुर्वन्न कारयन्। സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പൂർണ്ണമായി സന്യസിച്ച് വശി സുഖമായിരിക്കുന്നു. എവിടെ? നവദ്വാരങ്ങളോടുകൂടിയ പുരത്തിൽ, 9 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ. ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. അപ്പോഴാണൊരു ചോദ്യം വരുന്നത്, കിം വിശേഷണേന സർവോ ഹി ദേഹി സന്യാസി അസന്യാസി വാ ദേഹേ ഏവ ആസ്തേ തത്ര അനർത്ഥകം വിശേഷണം ഇതി. കിം വിശേഷണേന സർവോ ഹി ദേഹി സന്യാസി അസന്യാസി വാ ദേഹേ ഏവ ആസ്തേ തത്ര അനർത്ഥകം വിശേഷണം ഇതി. ഇവിടെ ഇപ്പം എന്തിനാ അങ്ങനെ വിശേഷിച്ച് പറയണത്? നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ ആസ്തേ. 9 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു എന്നെന്തിനാ പറയുന്നേ? എന്തുകൊണ്ട്? എല്ലാവരും സർവോഹി ദേഹി, എല്ലാ ദേഹിമാരും, ദേഹികളെല്ലാം, എല്ലാ ദേഹികളും സന്യാസീവ അസന്യാസീവ, അത് സന്യാസി ആയാലും കൊള്ളാം, അസന്യാസി ആയാലും കൊള്ളാം, സന്യാസി ആയാലും കൊള്ളാം, സന്യാസി അല്ലെങ്കിലും കൊള്ളാം, ദേഹേ ഏവാസ്തേ, ദേഹത്തിലാണ് ഇരിക്കുന്നത്.
അവിടെ അജ്ഞാനി, ജ്ഞാനി, വിജ്ഞാനി ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ദേഹത്തിലായിരിക്കണത്. എന്നിരിക്കെ ദേഹത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞത് അനർത്ഥകമാണ്. ഇതാണ് അവിടെ ശങ്ക, അല്ലെങ്കിൽ പൂർവപക്ഷം, രണ്ടും ആവാം. മറുപടി ഉച്യത്തെ യഹ തു അജ്ഞഃ ദേഹി ദേഹേന്ദ്രിയ സംഘാത മാത്രാത്മദർശി സ സർവോ ഗേഹേ ഭൂമൗ ആസനേ വ ആസേ ഇതി മന്യത്തെ. നഹി ദേഹമാത്രാത്മദർശിനഃ ഗേഹേ ഇവ ദേഹേ ആസേ ഇതി പ്രത്യയഃ സംഭവതി. ദേഹാദി സംഘാത വ്യതിരിക്ത ആത്മദർശിനഃ തു ദേഹേ ആസേ ഇതി പ്രത്യയഃ ഉപപദ്യത്തെ. പരകർമ്മണാം ച പരസ്മിൻ ആത്മനി അവിദ്യയ അധ്യാരോപിതാനാം വിദ്യയ വിവേകജ്ഞാനേന മനസാ സന്യാസഃ ഉപപദ്യത്തെ. ഉത്പന്ന വിവേകജ്ഞാനസ്യ സർവകർമ്മസന്യാസിനഃ അപി ഗേഹേ ഇവ ദേഹേ ഏവ നവദ്വാരേ പുരേ ആസനം പ്രാരബ്ധഫലകർമ്മ സംസ്കാര ശേഷാനുവൃത്തിയാ ദേഹേ ഏവ വിശേഷവിജ്ഞാനോത്പത്തേഃ. ദേഹേ ഏവ ആസ്തേ ഇതി അസ്തി ഏവ വിശേഷണഫലം വിദ്വദ് അവിദ്വത് പ്രത്യയഭേദാപേക്ഷത്വാത്. ഉച്യത്തെ യഹ തു അജ്ഞഃ ദേഹി ദേഹേന്ദ്രിയ സംഘാത മാത്രാത്മദർശി സഹ സർവോ ഗേഹേ ഭൂമൗ ആസനേവ ആസേ ഇതി മന്യത്തെ. നഹി ദേഹമാത്രാത്മദർശിനഃ ഗേഹേ ഇവ ദേഹേ ആസേ ഇതി പ്രത്യയഃ സംഭവതി. ദേഹാദി സംഘാത വ്യതിരിക്താത്മദർശിനഃ തു ദേഹേ ആസേ ഇതി പ്രത്യയഃ ഉപപദ്യത്തെ. പരകർമ്മണാം ച പരസ്മിൻ ആത്മനി അവിദ്യയ അധ്യാരോപിതാനാം വിദ്യയ വിവേകജ്ഞാനേന മനസാ സന്യാസഃ ഉപപദ്യത്തെ. ഉത്പന്ന വിവേകജ്ഞാനസ്യ സർവകർമ്മസന്യാസിനഃ അപി ഗേഹേ ഇവ ദേഹേ ഏവ നവദ്വാരേ പുരേ ആസനം പ്രാരബ്ധഫലകർമ്മ സംസ്കാര ശേഷാനുവൃത്തിയാ ദേഹേ ഏവ വിശേഷവിജ്ഞാനോത്പത്തേഃ. ദേഹേ ഏവ ആസ്തേ ഇതി അസ്തി ഏവ വിശേഷണഫലം വിദ്വദവിദ്വത് പ്രത്യയഭേദാപേക്ഷത്വാത്. പറയാം. ഉച്യതേ, ഇതാ പറയുന്നു. അപ്പൊ നിന്റെ ചോദ്യം അജ്ഞാനിയായാലും ജ്ഞാനിയായാലും സന്യാസിയായാലും അസന്യാസി ആയാലും ദേഹത്തിൽ തന്നെയാണല്ലോ ഇരിക്കണത്. പിന്നെ എന്തിനാ ദേഹത്തിൽ ഇരിക്കണമെന്ന് പറയണത്? മറുപടി, ഒരു അജ്ഞാനിയായ മനുഷ്യനെ സംബന്ധിച്ച് ദേഹത്തിൽ ഇരിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുക? ദേഹേന്ദ്രിയ സംഘാത മാത്രാത്മദർശിയായ അജ്ഞാനി. ദേഹേന്ദ്രിയ സംഘാത മാത്രാത്മദർശിയായ അജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ചേർന്ന സംഘാതത്തിൽ ഞാൻ എന്ന ബോധത്തോടു കൂടിയാണ്. അതാണ് സാമാന്യ ബുദ്ധി. സാമാന്യമായ മനുഷ്യന്റെ ബുദ്ധി അതാണ്. എല്ലാ ജന്തുക്കളുടെയും ബുദ്ധി അത് തന്നെയാണ്. അല്ലാതെ ദേഹേന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നത് വിജ്ഞാനി മാത്രമാണ്. അപ്പോ ദേഹേന്ദ്രിയ സംഘാത മാത്ര ആത്മദർശി, ദേഹേന്ദ്രിയ സംഘാതത്തിൽ ആത്മദർശനം, അതിൽ മാത്രം ആത്മദർശനത്തോട് കൂടിയവൻ ഞാൻ ഭൂമിയിലിരിക്കുന്നു,
ഞാൻ വീട്ടിലിരിക്കുന്നു. ഗേഹേ ആസേ. ഗേഹേ ആസേ എന്ന് പറഞ്ഞാൽ ഗേഹത്തിൽ, വീട്ടിൽ ഇരിക്കുന്നു. ഭൂമൗ ആസേ, ഞാൻ ഭൂമിയിൽ ഇരിക്കുന്നു. ആസനെ ആസേ, ഒരു ഇരിപ്പിടത്തിൽ, കസേരയിൽ അല്ലെങ്കിൽ ഒരു പലകേൻ്റെ മുകളിൽ ഒരു ഇരിപ്പിടത്തിൽ എന്തെങ്കിലും ഒരു ആസനത്തിൽ ഇരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എവിടെ ഇരിക്കുന്നത്? ഞാൻ തറയിലിരിക്കുന്നു, ഞാൻ കസേരയിലിരിക്കുന്നു, ഞാൻ കട്ടിലിരിക്കുന്നു, അങ്ങനെയാണ്, ബെഞ്ചിലിരിക്കുന്നു. അല്ലാതെ ഞാൻ ദേഹത്തിലിരിക്കണം എന്നുള്ള ബുദ്ധി അജ്ഞാനിക്ക് ഉണ്ടാവാറില്ല. ദേഹമാത്രാത്മദർശിയായ അജ്ഞാനിക്ക് വീട്ടിലിരിക്കുന്നു എന്നതുപോലെ ദേഹത്തിലിരിക്കുന്നു എന്നുള്ള ബുദ്ധി ഉണ്ടാവില്ല. പിന്നെന്താ അവനുണ്ടാവുക? ഞാൻ ദേഹം തന്നെ എന്നാണ് ഉണ്ടാവുക. ഇതാണ് വ്യത്യാസം. അതാണ് ദേഹോഹം ബുദ്ധി, ദേഹേഹം ബുദ്ധി എന്ന് നേരത്തെ വേർതിരിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ദേഹാദിസംഘാത വ്യതിരിക്താത്മദർശിനഹാതു, ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് ഭിന്നമാണ് തൻ്റെ സ്വരൂപമെന്ന് ദർശിക്കുന്നവനാകട്ടെ ദേഹത്തിലിരിക്കുന്നു എന്ന ബോധം ഉണ്ടാവും. ഞാനിപ്പോൾ ദേഹത്തിൽ കഴിയുന്നു എന്നുണ്ടാവും. അതാണ് അങ്ങനെ വേർതിരിച്ച് പറയാൻ കാരണം. പരകർമ്മണാം ച പരസ്മിൻ അവിദ്യയ അധ്യാരോപിതാനാം വിദ്യയ വിവേകജ്ഞാനേന മനസ്സാ സന്യാസ ഉപപദ്യതേ. മനസ്സുകൊണ്ട് സന്യസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം വിവേകജ്ഞാനം കൊണ്ട്, വിവേക വിജ്ഞാനം കൊണ്ട് സന്യസിക്കുക എന്നാണ്. മനസ്സ്, ബുദ്ധി, അവിടെ മനസ്സ്, ബുദ്ധി എന്നിവയെ വേർതിരിക്കുന്നില്ല. അപ്പോൾ ബുദ്ധിപൂർവകമായി സന്യസിക്കുന്നു എന്നർത്ഥം. അതെന്താ ഈ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ? സന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരകർമ്മണാം പരസ്മിൻ ആത്മനി അവിദ്യയ അധ്യാരോപിതാനാം വിദ്യയ വിവേകജ്ഞാനേന മനസാ സന്യാസ ഉപപദ്യതേ. മറ്റുള്ളവരുടെ പണിയെ തന്നിൽ കെട്ടിവെച്ചിട്ടുള്ളതിനെ വിവേകം കൊണ്ട് നീക്കം ചെയ്യുക, അതാണ് സന്യാസം. മറ്റുള്ളവരുടെ പണി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പണി, ഇന്ദ്രിയങ്ങളുടെ പണി, മനസ്സിൻ്റെ പണി, ബുദ്ധിയുടെ പണി, ഇതിനെയൊക്കെ നമ്മിൽ ആരോപിക്കുകയാണ്. കണ്ണ് ചെയ്യുന്നതിൽ ഞാൻ കാണുന്നു, ചെവി ചെയ്യുന്നതിൽ ഞാൻ കേൾക്കുന്നു, മൂക്ക് ചെയ്യുന്നതിൽ ഞാൻ മണക്കുന്നു. ഇങ്ങനെ പോയി പോയി ഉപാധികളുടെ കർമ്മത്തെ മാത്രമല്ല, ഉപാധികളുമായി ബന്ധപ്പെട്ട കർമ്മത്തെ വരെ തന്നിൽ അധ്യാരോപിക്കുന്നു. ചിന്തിക്കുക. ഉപാധികളുമായി ബന്ധപ്പെട്ടതിനെ വരെ തന്നിൽ അധ്യാരോപിക്കുന്നു. ഇപ്പൊ ശരീരമാകുന്ന ഉപാധി, ആ ഉപാധിയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ ഉപാധിയിൽ ധരിച്ചിരിക്കുന്ന എന്തെങ്കിലും ആഭരണം, അതിനെക്കുറിച്ച് ഒരാൾ ദോഷം പറഞ്ഞാൽ തന്നെ ഇഷ്ടക്കേട് വരുന്നു. അതിനൊരാൾ പ്രശംസിച്ചാൽ സന്തോഷിക്കുന്നു. അസലായിട്ടുണ്ടല്ലോ അന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ആർക്ക്? നീ നന്നായി എന്നല്ല പറഞ്ഞത്, നീ ഇരിക്കുന്ന ശരീരത്തിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന സാധനം. വാസ്തവത്തിൽ അത് അതിനെ കാണാതിരിപ്പിക്കുന്നതാ അല്ലേ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്. എൻ്റെ മകൻ ചെയ്യുന്ന പണി നല്ല പണിയാണ്, എൻ്റെ മോൾ ചെയ്യുന്ന പണി നല്ല പണിയാണ്, എൻ്റെ മോള് മോശം ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം ദേഷ്യം പിടിച്ചു. ആരോട്? പറഞ്ഞവനോട്. എന്തത്? അതൊരു വ്യക്തിയാണ്, അയാൾക്ക് നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം, ചെയ്തിരിക്കാം എന്ന് കണക്കാക്കുന്നതിന് പകരം നീ എന്താ എൻ്റെ മോളെ കൊണ്ട് ദോഷം പറഞ്ഞോ, ഉടനെ ദേഷ്യ പിടിക്കണത്. ഇവിടെ കോഴിക്കോട് ഒരു ഉയർന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തെ വിളിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ നിങ്ങളുടെ മോള് എന്ന മാതിരി ഒരാളുടെ കൂടെ ലോഡ്ജിലുണ്ട്. അവിടെ അദ്ദേഹം ചാടി, നീ എന്താ പറഞ്ഞത്? എന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ കിട്ടണ അവിടെ നിൽക്കട്ടെ, ഒന്ന് പോയി നോക്കുക. ഇയാൾ ഉടനെ തന്നെ പോയി. അപ്പോൾ ഇയാൾ ഒറ്റ കാര്യം പറഞ്ഞു ചെറുപ്പക്കാരൻ, അപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സാറിൽ നിന്ന് പോലീസ് അച്ഛൻ പ്രവർത്തിക്കരുതേ, നമുക്ക് ബുദ്ധിപൂർവമായിട്ട് കാര്യം കൈകാര്യം ചെയ്യണം. പോയി നോക്കി, വാതിൽ മുട്ടി നോക്കിയപ്പോൾ ഉണ്ട് പരിപൂർണ നഗ്നയായിട്ട് മകളുണ്ട്, വേറൊരുത്തനുണ്ട്.
അവിടെ അച്ഛൻ പ്രവർത്തിച്ചു, അവനെ പിടിച്ച് ഇടിച്ച് ശരിയാക്കി, അത് പരാജയമായി. നേരെ മറിച്ച് അവിടെ പോലീസ് ഓഫീസർ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അവനെ ഇടിക്കാതെ അവനെ കേസ് കുടുക്കി, കാരണം മകൾക്ക് 18 വയസ്സായിട്ടില്ല, അതിമാരകമായ വകുപ്പുകൾ ചേർക്കാം. പക്ഷെ അച്ഛൻ പ്രവർത്തിച്ചു പോയി. അത് കഴിഞ്ഞ് വന്ന് സോറി മറ്റത് മറിച്ചത് എന്ന് ഇയാളുടെ വിളിച്ചു പറഞ്ഞു. ഇത് കഥ പറയാന്ന് വിചാരിക്കരുത്. അപ്പോ ഈ ഉപാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് ഇതിലൊക്കെ ഞാൻ എന്നുള്ള താതാത്മ്യം പോവുകയാണ്. ഇതാണ് ലൗകിക വൃത്തി. നമ്മൾ സ്വയം വല വിരിച്ച് കെട്ടി 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 അതിൻ്റെ ഉള്ളിൽ നമ്മളെ കുടുക്കി വെച്ചിരിക്കുക. ഇത് വിവേകം കൊണ്ട് ഓരോന്നോരോന്നായി അഴിക്കുന്നതിന് പറയുന്ന പേരാണ് സന്യാസം. അങ്ങനെ മറ്റുള്ളത് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്ന അധ്യാരോപണത്തെ വിവേകം കൊണ്ട് നീക്കം ചെയ്യുക, അതാണ് സന്യസിച്ചിട്ട് എങ്ങനെ മനസ്സാ വിവേകജ്ഞാനേന സന്യസ്യ സുഖമാസ്തേ, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഭാരങ്ങളൊന്നുമില്ല. കുറേ പണിയെടുക്കണമൊക്കെ അധ്യാരോപിച്ചതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഭാരമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഉത്പന്ന വിവേകജ്ഞാനസ്യ സർവകർമ്മ സന്യാസിനഃ അപി ഗേഹേ ഇവ ദേഹേ ഇവ നവദ്വാരേ പുരേ ആസനം. അപ്പോൾ ചോദ്യം, ശരി, അപ്പോൾ ജ്ഞാനം ഉത്പന്നമായവനാണല്ലോ പരമാർത്ഥ സന്യാസി. അതെ, കേവല കർമ്മ സന്യാസി അല്ല, പാരമാർത്ഥിക സന്യാസത്തിൽ വിരാജിക്കുന്ന വിജ്ഞാനി. അയാൾക്ക് ഉത്പന്നജ്ഞാനവാനാണല്ലോ. അതെ, ജ്ഞാനം പ്രകാശിച്ചവനാണ്. അപ്പം അയാൾക്ക് ഈ ദേഹത്തിൽ ഞാനിരിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവുമോ? അയാൾ ദേഹപരിമിതി ഇല്ലെങ്കിലും ദേഹത്തിൽ ഇരിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവും. ദേഹത്തിൻ്റെ വേദന, ദേഹത്തിൻ്റെ രോഗം, അത് അയാൾ അറിയും. ദേഹത്തിൻ്റെ സുഖം അതയാൾ അറിയും. ദേഹത്തിൻ്റെ ദുഃഖം അതയാൾ അറിയും. അയാളുടെ അറിവില്ലായ്മയല്ല ജ്ഞാനം. വിശപ്പ് ദാഹം ഉണ്ട്. അപ്പോ ഉത്പന്നജ്ഞാനവാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ദേഹത്തിൽ? പറയാണ്, ഗേഹേ ഇവ ദേഹേ നവദ്വാരേ പുരേ ആസനം. ഒരാൾ വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ 9 ദ്വാരങ്ങളോട് കൂടിയ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന അവസ്ഥ എന്തുകൊണ്ട് വന്നു? പ്രാരബ്ധ ഫല കർമ്മ സംസ്കാര ശേഷാനുവൃത്തിയാ. പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലശേഷം കൊണ്ടാണ് അത് വരുന്നത്. ഏത് വിജ്ഞാനിയായാലും കൊള്ളാം, ശരീരമുണ്ടോ പ്രാരബ്ധമുണ്ട്, പ്രാരബ്ധമുണ്ടോ ശരീരം ഉണ്ടാവും. പ്രാരബ്ധം തീരുന്നത് വരെ ശരീരം ഇരിക്കും. ഏത് വിജ്ഞാനിയായാലും ഏത് അജ്ഞാനിയായാലും. പക്ഷേ പ്രാരബ്ധാനുസൃതമുള്ള കർമ്മങ്ങളിലുള്ള മനോഭാവമാണ് വ്യത്യസ്തമാകുന്നത്. അത് ശ്രദ്ധിക്കുക. വിശേഷ വിജ്ഞാനോത്പത്തേഹേ. അപ്പോൾ ശരീരത്തിൽ തന്നെ വിശേഷ വിജ്ഞാനോത്പത്തി ഉണ്ടാവും. ആർക്ക്? വിദ്വാന്. ദേഹഗതമായ സുഖദുഃഖാദികളെ അവൻ അറിയും, ശീതോഷ്ണാദികളെ അറിയും. പക്ഷെ അവയാൽ ബാധിക്കപ്പെടില്ല. അതുകൊണ്ട് ദേഹത്തിലിരിക്കുന്നു എന്ന വിശേഷണം വളരെ ഗുണകരമാണ്, ശരിയാണ്. നീ അത് തെറ്റാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. എന്തിനാത്? വിദ്വത് അവിദ്വത് പ്രത്യയ ഭേദാപേക്ഷത്വാത്. വിദ്വാൻ അവിദ്വാൻ എന്ന പ്രത്യയഭേദങ്ങളെ എടുത്തു കാണിക്കുന്നത് കൊണ്ട്. വിദ്വാനെ സംബന്ധിച്ച് ദേഹത്തിലിരിക്കുന്നു എന്ന് പറയാം, അവിദ്വാനെ സംബന്ധിച്ച് ദേഹത്തിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ദേഹമായിരിക്കുന്നു എന്നുള്ളതാണ് ശരി. അപ്പം വീട്ടിലിരിക്കുന്നു, സീറ്റിലിരിക്കുന്നു, ആസനത്തിലിരിക്കുന്നു എന്നൊക്കെയാണ് ശരി. യദ്യപി കാര്യകരണ കർമാണി അവിദ്യയ ആത്മനി അധ്യാരോപിതാനി സന്യസ്യ ആസ്തേ ഇതി ഉക്തം, തഥാപി ആത്മസമവായിതു കർത്തൃത്വം കാരയിതൃത്വം ച സ്യാദിതി ആശങ്ക്യ ആഹാ. ന ഏവ കുർവൻ സ്വയം ന കാര്യകരണാനി കാരയൻ ക്രിയാസു പ്രവർത്തയൻ. യദ്യപി
കാര്യകരണകർമാണി അവിദ്യയാ ആത്മനി അധ്യാരോപിതാനി സന്യസ്യ ആസ്തേ ഇതി ഉക്തം. തഥാപി ആത്മസമവായി തു കർത്തൃത്വം കാരയിതൃത്വം ച സ്യാത് ഇതി ആശങ്ക്യ ആഹ ന ഏവ കുർവൻ സ്വയം ന കാര്യകരണാനി കാരയൻ ക്രിയാസു പ്രവർത്തയൻ. അപ്പോ കാര്യകരണ കർമ്മങ്ങളെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാര്യമായ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളെയും കരണങ്ങളാകുന്ന ബാഹ്യ അന്തഃകരണങ്ങളുടെ പ്രവർത്തനങ്ങളെയും അജ്ഞാനം കൊണ്ട് തന്നിൽ അധ്യാരോപിച്ചു കഴിഞ്ഞു ഇന്നലെ വരെ, അജ്ഞാനദശയിൽ. ജ്ഞാനദശയിലോ അജ്ഞാനം കൊണ്ട് തന്നിൽ ആരോപിച്ച അവയുടെ കർമ്മങ്ങളെ തന്നിൽ നിന്ന് മാറ്റി. ഇത് ദേഹം ചെയ്യുന്ന പണിയാണ്, ഇത് മനസ്സ് ചെയ്യുന്ന പണിയാണ് എന്ന് മാറ്റി. വ്യക്തമുണ്ടല്ലോ. ശരീരം ചെയ്യുന്നതിനെ ഞാൻ ചെയ്യുന്നു എന്ന് അധ്യാരോപിച്ചു, അല്ലെങ്കിൽ മനസ്സ് ചെയ്യുന്നതിനെ ഞാൻ ചെയ്യുന്നു എന്ന് അധ്യാരോപിച്ചു, ബുദ്ധി ചെയ്യുന്നതിനെ ഞാൻ ചെയ്യുന്നു എന്ന് അധ്യാരോപിച്ചു. അത് വിവേകജ്ഞാനം കൊണ്ട് മാറ്റി. ഇപ്പൊ സന്യസിച്ചു, മാറ്റി. ഇപ്പൊ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി, സുഖമായിട്ടിരിക്കുന്നു. 9 ദ്വാരങ്ങളോട് കൂടിയ പട്ടണത്തിൽ സുഖമായിരിക്കുന്നു. തഥാപി അങ്ങനെയാണെങ്കിലും തന്നോട് ചേർന്ന കർത്തൃത്വവും കാരയിതൃത്വവും ഉണ്ടാകില്ലേ? കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം, കാരയിതൃത്വം ചെയ്യിപ്പിക്കുന്നു എന്നത്. അപ്പൊ ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്നത് അയാൾക്കുണ്ടാവില്ലേ? ഇത് ആശങ്ക്യ എന്ന് ശിഷ്യൻ ആശങ്കിച്ചപ്പോൾ ആഹ പറയുന്നു. ഇത് പൂർവപക്ഷി അങ്ങനെ ആശങ്കിക്കില്ല, ശിഷ്യനാണ് ആശങ്കിക്കുക. സ്വയം ആശയം വിശദമാക്കാൻ വേണ്ടി സ്വയം ആശങ്കിക്കുകയാണ്. അങ്ങനെ ആശങ്കിച്ചപ്പോൾ പറയുന്നു, എന്താ പറയണത്? നൈവ കുർവന്ന കാരയൻ, ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല. ആരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല? കരണങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. കിം യത് തത് കർത്തൃത്വം കാരയിതൃത്വം ച ദേഹിനഃ സ്വാത്മസമവായി സത് സന്യാസാത് ന ഭവതി യഥാ ഗച്ഛതഃ ഗതി ഗമനവ്യാപാരപരിത്യാഗേ ന സ്യാദ് തദ്വത് കിം വാ സ്വത ഏവ ആത്മനഃ നാസ്തി ഇതി. അവിടെ ഒരു ചോദ്യം. ഇതും ശങ്കയാവാം, പൂർവപക്ഷാവാം, രണ്ടും ആവാം. കിം യത് തത് കർത്തൃത്വം കാരയിതൃത്വം ച ദേഹിനഃ സ്വാത്മസമവായി സത് സന്യാസാത് ന ഭവതി യഥാ ഗച്ഛതഃ ഗതിഃ ഗമനവ്യാപാരപരിത്യാഗേ ന സ്യാദ് തദ്വത് കിം വാ സ്വത ഏവ ആത്മനഃ നാസ്തി ഇതി. ചോദ്യം, ഒരാള് കർത്തൃത്വത്തോടെ കാരയിതൃത്വത്തോടെ കഴിഞ്ഞു. എപ്പോ? ജ്ഞാന പൂർവകാലം, പ്രാജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ജ്ഞാനം പ്രകാശിക്കുന്നതിന് മുമ്പ് ഒരാൾ കർത്തൃത്വത്തോടെ കാരയിതൃത്വത്തോടെ കഴിഞ്ഞു. ചെയ്യുക, ചെയ്യിക്കുക. അങ്ങനെ വന്നപ്പോ എന്തായി? ജ്ഞാനം പ്രകാശിച്ചു. അപ്പൊ സ്വാത്മസമവായി ആയിരുന്ന, തന്നോട് ചേർന്നിരുന്ന, സ്വാത്മസമവായി എന്ന് പറഞ്ഞാൽ തന്നോട് സമവേതമായിരുന്ന, തന്നോട് ചേർന്നിരുന്ന കർത്തൃത്വം കാരയിതൃത്വം എന്നിവ പിന്നെ ഉണ്ടാവുന്നില്ല. മനസ്സിലായി? ന സംഭവതി, ഉണ്ടാവുന്നില്ല. ഏതുപോലെ? യഥാ, ഏതുപോലെ എന്നാൽ ഗച്ഛതഃ
ഗമന വ്യാപാര പരിത്യാഗേ ഗതിഹി ന സ്യാത്. ഗച്ഛതഃ ഗമിക്കുന്നവന്, ഗച്ഛൻ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നവൻ, സഞ്ചരിക്കുന്നവൻ. ഗച്ഛതഃ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നവന്, ഗമിക്കുന്ന ആൾക്ക് ഗമന വ്യാപാര പരിത്യാഗേ, ഗമിക്കുക എന്ന വ്യാപാരത്തെ ഉപേക്ഷിച്ചാൽ പിന്നെ ഗതി ഉണ്ടാവണില്ലല്ലോ. നടക്കണ ഒരാൾക്ക്, ഇങ്ങനെ നടക്കണ ഒരാൾക്ക് നടക്കുക എന്നുള്ള ക്രിയയെ ഉപേക്ഷിച്ചാൽ പിന്നെ നടപ്പുണ്ടോ? ഇല്ല. അതുപോലെ ഈ ജ്ഞാനം കൊണ്ട് തൻ്റെ കർത്തൃത്വത്തെയും കാരയിതൃത്വത്തെയും ഉപേക്ഷിക്കുന്നത് കൊണ്ട് ജ്ഞാനിക്ക് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാത്തതാണോ? അതല്ല. കിംവ, അതല്ല. സ്വതയേവ ആത്മനഃ നാസ്തി, ആത്മാവിന് സ്വതവേ തന്നെ കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലേ? ഇതാണ് ചോദ്യം. നല്ല ചോദ്യമാണത്. ഇപ്പൊ ജ്ഞാനിക്ക് കർത്തൃത്വമോ കാരയിതൃത്വമോ ഇല്ല. കാരണം ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. സുഖമായി 9 ദ്വാരങ്ങളുള്ള പട്ടണത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം വരുന്നത്, സഞ്ചരിക്കുന്ന ഒരാൾ സഞ്ചാരത്തെ നിർത്തിയാൽ അയാൾക്ക് സഞ്ചാരമില്ലാത്തതുപോലെ. അത് നിർത്തിയോണ്ടായില്ലാത്ത, സ്വതവേ ഉണ്ടായിരുന്നു, അത് സഞ്ചാരിയായിരുന്നു, ഇപ്പൊ നിർത്തി, അതുകൊണ്ട് സഞ്ചാരമില്ല. അതുപോലെ ജ്ഞാനിക്ക് കർത്തൃത്വം കാരയിതൃത്വം തുടങ്ങിയവ ഇല്ലാതാകുന്നതാണോ? അതല്ല. സ്വതവേ തന്നെ ആത്മാവിൽ കർത്തൃത്വം കാരയിതൃത്വം എന്നിവ ഇല്ലെന്നാണോ? വ്യക്തമല്ലേ ചോദ്യം? അത്ര ഉച്യതേ നാസ്തി ആത്മനഃ സ്വതഃ കർത്തൃത്വം കാരയിതൃത്വം ച ഉക്തം ഹി അവികാര്യോയമുച്യതേ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യതേ ഇതി ധ്യായതീവ ലലായതീവ ഇതി ച ശ്രുതേഃ. അത്ര ഉച്യതേ ന അസ്തി ആത്മനഃ സ്വതഃ കർത്തൃത്വം കാരയിതൃത്വം ച ഉക്തം ഹി അവികാര്യോയമുച്യതേ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യതേ ഇതി ധ്യായതീവ ലേലായതീവ ഇതി ച ശ്രുതേഃ. ഇവിടെ പറയാം. നല്ല ചോദ്യമാണ് നിൻ്റെത്. സ്വതവേ ആത്മാവിന് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ല. സ്വതവേ ഇല്ല. അജ്ഞാനം കൊണ്ട് ചേർത്ത് വെച്ചതാ. മറ്റ് പലരും ചെയ്യുന്ന പണിയെ എൻ്റെ പണിന്ന് ചേർത്ത് വെച്ചതാ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടാണ് ആത്മാവിൽ കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം എന്ന് പറഞ്ഞത്. ഉപാധിധർമ്മങ്ങളെ തന്നിലേക്ക് ആരോപിക്കുമ്പോഴാണ് ആത്മാവിൽ കർത്തൃത്വവും ഭോക്തൃത്വവും. സ്വതയില്ല. അത് വ്യത്യസ്ത ഉപാധികളുടെ പണികളെ തൻ്റെ പണിയായിട്ട് കൂട്ടിവെച്ചിരിക്കുക. അങ്ങനെയാണ് ലോകവ്യവഹാരം നടക്കുന്നത്. നൈസർഗികമായിട്ടുള്ളതാണ്. പരമാർത്ഥത്തിലില്ല. ഇവിടെ തന്നെ പറഞ്ഞല്ലോ ഉക്തം ഹി, ഇവിടെ തന്നെ പറഞ്ഞല്ലോ അവികാര്യോയമുച്യതേ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യേയപച. അല്ലേ? ഒരു വികാരവും ഇല്ല. വികാരരഹിതമാണ്. ശരീരസ്ഥോപി കൗന്തേയ ന കരോതി, ശരീരസ്ഥനാണെങ്കിലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ തന്നെ പറഞ്ഞു. ഇവിടെ തന്നെ പറഞ്ഞ ഗീതയിൽ തന്നെ പറഞ്ഞു. ഇനി ഉപനിഷത്തിൽ ധ്യായതീവ ലേലായതീവ, ധ്യാനിക്കുന്ന പോലെ ചേഷ്ടിക്കുന്ന പോലെ എന്നുണ്ട്. ധ്യാനിക്കുന്ന പോലെ
ചേഷ്ടിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധ്യാനിക്കുന്നുമില്ല, ചേഷ്ടിക്കുന്നുമില്ല. എന്നാൽ ധ്യാനിക്കുന്ന പോലെ, ചേഷ്ടിക്കുന്ന പോലെ എല്ലാം കാണപ്പെടുന്നു. ആ ദൃഷ്ടിയാണ് നമ്മുടെ ഉപാധിഗതമായിട്ടുള്ള ദൃഷ്ടിയാണ്. അത് പറഞ്ഞല്ലോ, ഇവിടെ വന്നല്ലോ. ബോധം അധ്യാരോപിതം എന്നല്ല, ബോധം ഉപാധിയാണ്. കേവല ബോധസ്വരൂപമുണ്ട്, അച്ചിത്ത്, സത്ത് ചിത്ത് ആനന്ദം. ഈ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളിടത്ത് ചിത്ത് എന്നുള്ളതിനാൽ ബോധത്തെ ആണോ അർത്ഥമാക്കുന്നത്? ആണെങ്കിൽ അത് ആത്മസ്വരൂപമാണ്. എന്നാൽ ഇവിടെ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയാൻ ഒരു ഭിന്നനുണ്ടോ? ഇല്ല. അവ മൗനമാണ്. ഇല്ല, ഒന്നുമില്ല. അത് പറയുന്നത് പോലും അവിദ്യയുടെ തലത്തിലേക്ക് വന്നിട്ടാണ്. അതുകൊണ്ടാണ് പാരമാർത്ഥികമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന ഗുരുനാഥൻ പറയുന്നത് ന ബിജാനീമോ യഥൈതനുശിഷ്യാത്. ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അതാണ് സത്യം. ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം വാക്കിന് വിഷയമല്ല. പിന്നെ എങ്ങനെയെങ്കിലും പറയണ്ടേ? അപ്പൊ പറഞ്ഞു സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്നൊക്കെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ബ്രഹ്മ, പരമാത്മ, ഇങ്ങനെ കുറെ നാമങ്ങൾ കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതൊന്നും അല്ല സത്യം. ഇതിനെ ലക്ഷീകരിക്കപ്പെടുന്ന അവാച്യമാണ്. അപ്പോ ആത്മാവിൽ സ്വതവേ കർത്തൃത്വം ഇല്ലേ? ഏയ്, ഒന്നുമില്ല. കാരയിതൃത്വം ഇല്ലേ? ഇല്ല. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് തോന്നണതോ? ഉണ്ടെന്ന് തോന്നണ തന്നെ. ഞാനാണിപ്പോ ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാ ചെയ്യണത്, അല്ലേ? നോക്കൂ, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല. വേദവും ധർമ്മശാസ്ത്രവും ഒക്കെ നമുക്ക് ലോകത്തെ മുഴുവൻ വിളിച്ചു വരുത്തി പെരുമ്പറ കൊട്ടി കേട്ടോളൂ കേട്ടോളൂ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കാം. ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം സ്നേഹിക്കണം, നല്ലതേ പറയാവൂ, അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉപദേശങ്ങൾ നമുക്ക് ലോകത്തിൽ എല്ലാവർക്കും കൊടുക്കാം. എന്നാൽ വേദാന്തം ജിജ്ഞാസുക്കളായി പഠിക്കാൻ വരുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ഉള്ളതല്ല. കാരണം നമ്മൾ ജന്മജന്മാന്തരങ്ങളായി സൂക്ഷിച്ച ഈ ജന്മത്തിൽ ഇന്നലെ വരെ വളർത്തിയ പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരും. ധാരണകളെ, ഊട്ടിയുറപ്പിച്ച ചിന്താഗതികളെ. നല്ലത് എന്ന് ഇന്നലെ വരെ മനസ്സിലാക്കിയതിനെ പലതിനെയും ഇല്ലേ, അതെ, ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മിക്കവാറും ദാർശനികർക്ക് വേദാന്തത്തെ ഭയം.
അഭയേ ഭയദർശിന, അഭയത്തിൽ ഭയത്തെ കാണുന്നവരുണ്ട് എന്ന്. കാരണം ഈ ശരീരഗതമായിരിക്കുന്ന ഓരോ കൽപ്പനയെയും ഊട്ടിയുറപ്പിച്ചും കൊണ്ടാണ് ലോകവ്യവഹാരം നടക്കുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. അതെ, ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ, ഈ ജന്മത്തിൽ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി? ഒരിക്കലും താനല്ലാത്ത പേര് തന്നിൽ കൽപ്പിച്ചു. അച്ഛൻ, അമ്മ, ഗുരുജനങ്ങൾ കൽപ്പിച്ചു. രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, കേശവൻ എന്നെല്ലാം കൽപ്പിച്ചു. അതിനോട് താതാത്മ്യമായി. ഇത് തന്നെ ഞാൻ. പിന്നെ ആ പേര് പറഞ്ഞ് നാലാൾ തെറി വിളിച്ചാൽ നമുക്ക് ദേഷ്യാവില്ലേ? ഇല്ല. കാരണം അപ്പോഴത്തേക്ക് താതാത്മ്യം വന്നു കഴിഞ്ഞു. പേര് തന്നെയാണ് ഞാൻ. പേര് ഞാനാണോ? അല്ല. ആ താതാത്മ്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് പേര് മാറ്റി ഗുരുനാഥൻ. അപ്പൊ അതിനോട് നല്ല താതാത്മ്യം തുടങ്ങി. അപ്പൊ വീണ്ടും മാറ്റി. അങ്ങനെയാണ് സന്യാസത്തിന്റെ ഒരു രീതിയിൽ വരുന്നത്. മാറ്റിക്കഴിഞ്ഞാലോ കുറച്ചു കാലം കഴിയുമ്പോൾ അതിനോടും താതാത്മ്യം വരും. ചിന്തിക്കുക. അപ്പൊ നാമകരണ സംസ്കാരമൊക്കെ ചെയ്തു വലിയ കേമായിട്ട്. ബന്ധുക്കളെയൊക്കെ വിളിച്ച് എല്ലാവരും കുട്ടീനെ അനുഗ്രഹിച്ച് ഇതന്നെയാണ് നീ, ഇതന്നെയാണ് നീ എന്നാണ്ട് ഉറപ്പിച്ചു. ഞാനും ഉറപ്പിച്ചു ഇതന്നെയാണ് ഞാൻ. ഇങ്ങനെ ഉപാധിഗതമായ ആത്മഭാവത്തെ ഉറപ്പിക്കുന്നതാണ് ലൗകികങ്ങളായ കർമ്മങ്ങൾ മുഴുവൻ. അത് ജാതകർമ്മം മുതൽക്ക് ഇങ്ങോട്ട് എല്ലാ സംസ്കാരങ്ങളും. അപ്പൊ ഈ സംസ്കാരങ്ങളിലൂടെ ഊട്ടി ഉറപ്പിക്കുക ഇത് തന്നെയാണ് നീ, ഇത് തന്നെയാണ് നീ എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോഴാണ് വേദാന്തം പറയണത് എന്ത്? ഇതൊന്നും അല്ല നീ എന്ന്. അപ്പൊ വിഷമായില്ലേ? ഇതാണ് ഞാൻ വിചാരിച്ചിട്ടായി കണ്ട കളിയൊക്കെ ചെയ്തത്. അതല്ല നീ, ഇതെന്റെ പത്നി തന്നെയാണ്. എന്ത് പത്നിയോടോ? ഇതെന്റെ പതി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. എന്ത് പതി? ഒരു കടലാസിൽ ഒപ്പിട്ടപ്പോ എൻ്റെ പത്നി, മൈ വൈഫ്. വേറൊരു കടലാസിൽ ഒപ്പിട്ടപ്പോഴോ എൻ്റെ എക്സ് വൈഫ്. അല്ലേ? അല്ല, ആണോ അല്ലയോ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എൻ്റെ മുൻ ഭാര്യ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കടലാസിൽ പുരണ്ട ഒരു മഷി, ഇത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞു വല്ലതും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാട്ടോ. അല്ല, സ്വാമിക്ക് മനുഷ്യ സ്നേഹബന്ധത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇടയെ അതേ സ്നേഹബന്ധം വേറെ ആളുണ്ടായിക്കൂടെ? ആ സ്നേഹബന്ധം എവളറിയാണ്ട് സൂക്ഷിച്ചൂടെ? ഇല്ല. എന്താ അഭിപ്രായം? പറ്റില്ല. അപ്പൊ പത്നി എന്നുള്ളത് ഒപ്പിന്റെ പേരിലാണോ അല്ലയോ? എന്താ അഭിപ്രായം? ആണ്. അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വേദാന്തം ചോദിക്കണത്. നീ ആരുടാ? നീ ആരുടേതാ? നീ എവിടുന്ന് വന്നു? നിന്റെ ആരാ അവൻ? നിന്റെ ആരാ അവള്? ഇതൊക്കെ ചിന്തിക്ക്. കാത്തേ മാതാ കസ്തവ പുത്ര എന്നൊക്കെ ചിന്തിക്കും. നിന്റെ അമ്മ ആരാ? നിന്റെ അച്ഛനാരാ? നീ എൻ്റെ മക്കളാരാ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കും. ആരാ എൻ്റെ മോനാരാ? വലിയ പ്രശ്നമാണ് ഇപ്പോൾ അത്. എൻ്റെ മോൻ, എൻ്റെ മോൻ എന്നുള്ളത് നമ്മൾ എൻ്റെ മോൻ എന്നുള്ള ഭാവന അധ്യാരോപിച്ചപ്പോൾ എൻ്റെ മോൻ. എൻ്റെ മോൻ എന്നുള്ള ഭാവന അധ്യാരോപിക്കാതിരുന്നപ്പോഴോ എൻ്റെ മോനല്ല. പ്രശ്നവും അതങ്ങനെ ചിന്തിച്ച. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല. അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നമാവില്ലേ? തല ചൂടാവില്ലേ എന്നാ ചോദ്യം. ചൂടാവും, നല്ല ചൂടാവും. പിന്നെ എന്തിനാ സ്വാമി ചൂടാക്കണം പരിപാടി ചെയ്യണം? അതുകൊണ്ടാണ് പറഞ്ഞത് വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല. അധ്യാരോപിത അല്ല എന്ന് പറഞ്ഞിട്ടില്ല.
മനസ്സ്, ബുദ്ധി തുടങ്ങിയ തലത്തിൽ പ്രകാശിക്കുന്ന ബോധം ഞാൻ. പപ്പ അവിടെ എത്തിയത് ഇത്ര നേരം പറഞ്ഞൊന്നും കേട്ടില്ലേ, അവിടെ കിടക്കുക. പിന്നെന്താ, പിന്നെ അതിപ്പോ പറഞ്ഞതാ. അപ്പോ 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 മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ ഉപാധികളിലൂടെ പ്രകാശിക്കുന്നതായ ബോധം, ആ ബോധത്തിൽ ഞാൻ എന്നുള്ളത് അധ്യാരോപണം തന്നെയാണ്. എന്നാൽ കേവലജ്ഞാനം, ചിത്ത്, യാതൊന്നിനെ ചിത്ത് എന്ന് പറയുമോ, യാതൊന്നിനെ സത്തെന്ന് പറയുമോ, യാതൊന്നിനെ ആനന്ദമെന്ന് പറയുമോ, ആ തൻ്റെ സ്വരൂപം അധ്യാരോപിതമല്ല. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. കേവല ബോധം അധ്യാരോപിതമല്ല, ബോധസ്വരൂപമാണ് ഞാൻ. എന്നാൽ അടുത്ത ഘട്ടത്തിൽ ബോധസ്വരൂപമാണെന്ന് പറയാൻ മറ്റൊരു ബോധമുണ്ടോ? ഞാൻ ബോധസ്വരൂപമാണെന്ന് പറയാൻ മറ്റൊരു ബോധമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ന വിജാനിമോ യഥൈതത് അനുശിഷ്യാത്. ഇതെങ്ങനെയാ ഉപദേശിക്കേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെ ബോധം, സത്ത്, ചിത്ത്, ആനന്ദം തുടങ്ങിയ ശബ്ദപ്രയോഗങ്ങളൊക്കെ തന്നെ സാധകനുള്ളിൽ സൂക്ഷ്മ വിചാരത്തെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. ഒരാളിൽ സന്താനമുണ്ട്, ഇങ്ങനെ സന്താനമുണ്ട് എന്ന് അയാൾക്കൻ അറിയില്ല. അപ്പൊ അയാളിൽ എൻ്റെ കുട്ടി എന്നുള്ള ഭാനമുണ്ടോ? ഇല്ല, എൻ്റെ കുട്ടി എന്നുള്ള ഭാനമില്ല, ഒരിക്കലും ഇല്ല. നീ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞാൽ വന്നാൽ എന്ത് ചെയ്യും? തല്ലി ഓടിക്കും. പിന്നെ DNA ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കുട്ടിയിൽ എൻ്റെ കുട്ടി എന്നുള്ള ഭാനമുണ്ട്, അപ്പോഴോ? കല്യാണം കഴിച്ചു സ്വാമി, 10-16 കൊല്ലായി, 10-15 കൊല്ലായി, മക്കളൊന്നും ഇല്ല, പല ചികിത്സയും ചെയ്തു, 19 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കി. അപ്പോൾ അതവിടെ പോയിട്ട് IVF ചെയ്തപ്പോൾ കുട്ടിയോട് കുട്ടിയാണ്. ഒന്നല്ല രണ്ടാ വന്നത്. എൻ്റെ മോനെ പറഞ്ഞ് ലാളിക്കുകയാണ്. സന്തോഷം. പക്ഷേ അവിടെ അടുത്ത വീടുകളിൽ 60, 70, 80 സ്ത്രീകളെങ്കിലും ഉത്തരഭാരതീയർ താമസിക്കുന്നുണ്ട്. പോയിന്റ് 1. പോയിന്റ് 2, ചെറുപ്പക്കാർ ദിവസവും അവിടെ ബീജം കൊണ്ട് കൊടുക്കുന്നുണ്ട്, 500 റുപ്യയും വാങ്ങി പോകുന്നുണ്ട്. പോയിന്റ് 2, എൻ്റെ കുഞ്ഞേ, പിന്നെ കുഞ്ഞല്ലാണ്ടോ? എല്ലാം കൽപ്പനയാണ്. എല്ലാവരും ഇങ്ങനെയാ ചെയ്യണതെന്നും പറഞ്ഞിട്ടില്ലേ? ഇങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട് എന്നറിയാം, അതുകൊണ്ടാണ് പറയണം. എല്ലാവരും ഇങ്ങനെയാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സത്യസന്ധമായിട്ട് ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ടാവും, ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല. തീർത്ത് സത്യസന്ധമായി ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതും ഉണ്ട് എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ് പറയണത്. ഇതൊരു ഭാവനയാണ്, അല്ലാണ്ട് എന്താ. ഈ ഭാവനാ സൃഷ്ടമാണ് ഈ സംസാരം മുഴുവൻ. ഇതിൻ്റെ മുകളിലാണ് സംസാരം കെട്ടിപ്പൊക്കി വെച്ചുള്ളത്, അല്ലേ? ഇല്ല. ഒരു കൽപ്പന, അടുത്ത കൽപ്പന, അടുത്ത കൽപ്പന, ഇങ്ങനെ ഒരല്പവും സിമെൻ്റ് ഇടാതെ നല്ല ചെത്തി മിനുസമാക്കിയ കല്ലുകൊണ്ട് എത്ര ഉയരത്തിലും പടുത്ത് ഉയർത്തുന്ന പോലെയുള്ളൂ അത്. ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുക. സംസാരോയം അതീവ വിചിത്ര. ശരി, അപ്പം അതുകൊണ്ട് ഇതെന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഊട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുള്ള പലതിനെ ഉപേക്ഷിക്കേണ്ടി വരും വേദാന്തം പഠിക്കുമ്പോൾ. അതിന് ധൈര്യമില്ലാത്തവർ ദയവായി വേദാന്ത പഠനത്തിൽ വ്യാപരിച്ച് വട്ടായി അവിടെ പോയി വട്ട് കിട്ടി എന്ന് പറയരുത്. എന്ത്? കുടുങ്ങിയവർക്കല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, കുടുങ്ങാത്തവർക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കുടുങ്ങാത്തവർക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, കുടുങ്ങിയവർക്കല്ലേ രക്ഷപ്പെടണ്ടു. അപ്പോ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്.
ഇന്നലെ വരെ ഊട്ടിയുറപ്പിച്ച പലതിനെയും നീ ഇന്നത് ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പലരും. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വരെ ചെയ്തത്, ഇപ്പോഴാണ് പറയാൻ പോണത് അങ്ങനെയൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തെ പൈസ അടക്കം കൂട്ടി നോക്കിയത് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ഭണ്ഡാരത്തിൽ എത്ര ഇട്ടു, അത് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എത്ര പലിശ കിട്ടുമായിരുന്നു എന്ന് തോന്നില്ല? പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. ആകെ ഇളകിപ്പോവും മനുഷ്യൻ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ വേദാന്തം എല്ലാവർക്കുള്ള ധീരന്മാർക്കുള്ളതാണ്, സുധീരന്മാർക്കുള്ളതാണ് വേദാന്തം. അതുകൊണ്ട് ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. പ്രഭു ഈശ്വരൻ പരമാത്മാ ലോകത്തിന് കർത്തൃത്വമോ കർമ്മങ്ങളോ സൃഷ്ടിക്കുന്നില്ല. നമ്മളിപ്പോൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് കർത്തൃത്വമുണ്ട്, എനിക്ക് കർമ്മമുണ്ട്, ഞാൻ ഒരു മകനാണ്, മകൻ ഇന്ന കർമ്മമുണ്ട്, അച്ഛനാണ്, അച്ഛൻ ഇന്ന കർമ്മമുണ്ട്, അമ്മയാണ്, അമ്മയ്ക്ക് ഇന്ന കർമ്മമുണ്ട് എന്ന് വിചാരിച്ചു വെച്ചിരിക്കില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ലോകം നിലനിൽക്കുന്നത്. എന്ത് കർമ്മടാ? ആർക്ക് ആർക്ക് എന്ത് കർമ്മ വെച്ചുള്ള കർത്തൃത്വം അധ്യാരോപിതമാണ്. കർത്തൃത്വമൊന്നും ഇല്ല. പാരമാർത്ഥികമായ ആത്മാവിൽ കർത്തൃത്വം ഇല്ല. ഇതില് എന്താ അച്ഛനോട് അമ്മനോട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നാ മതി. മിണ്ടാണ്ടിരുന്നാ മതി, ആരോടും പറയണ്ട, അറിഞ്ഞിരിക്കുക. അപ്പൊ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. വല്ലാത്തൊരാഘാതമാണിത്. കാരണം കർത്തൃത്വം കർമ്മങ്ങളുടെയൊക്കെ സൃഷ്ടി തന്നെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടെന്നാണ് നമുക്ക് ആചാര്യന്മാരൊക്കെ പഠിപ്പിച്ചു തന്നത്, ധർമ്മശാസ്ത്രം പറഞ്ഞു തരും. കാരണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവൻ ധാർമ്മികമായി ജീവിക്കൂ ലോകത്തിൽ. ധർമ്മം ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ച വ്യവസ്ഥ നിലനിൽക്കൂ. അപ്പൊ പ്രപഞ്ച വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടി ധർമ്മം എന്നുള്ളത് ചിലത് ഉണ്ട്. അപ്പൊ ധാർമ്മികമായി ഇന്നൊക്കെ ചെയ്യണം, എന്നൊന്നും ചെയ്യരുത്. അത് ഊട്ടി ഉറപ്പിച്ചിരിക്കുക. അതങ്ങനെ തന്നെയാ പോണ്ടത് കിട്ടുമോ? ധർമ്മത്തിനനുസരിച്ച് തന്നെ പോയാൽ നല്ലതാ. വേദാന്തത്തിലേക്ക് വരണ്ട, അതാ പ്രശ്നം. വേദാന്തത്തിലേക്ക് വരുമ്പോൾ അത് പുഴക്കി വലിച്ചൊരേറാണ്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം. അടുത്തടി. കർമ്മഫല സംയോഗവും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. ഇന്ന കർമ്മം ഇന്നത്തിന് ഇന്നത് ഫലം, ആ ഫലവുമായിട്ടുള്ള സംയോഗം തനിക്കുണ്ടാവും. പുണ്യം ചെയ്താൽ പുണ്യം കിട്ടും, പാപം ചെയ്താൽ പാപം കിട്ടും. അതുകൊണ്ട് പാപപരിഹാരാർത്ഥം പ്രവർത്തിക്കണം, പുണ്യസമ്പാദനാർത്ഥം പ്രവർത്തിക്കണം, ലോകത്ത് ജീവിക്കുമ്പോൾ നല്ലത് ചെയ്യണം ഒക്കെ വേണ്ടേ? എല്ലാം ധാർമ്മിക തലത്തിൽ വേണ്ടതാണ്. എന്നാൽ പരമാർത്ഥത്തിൽ കർമ്മഫല സംയോഗമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെയുണ്ടല്ലോ, നിനക്ക് തോന്നുന്നുണ്ടല്ലോ. അതൊക്കെ എന്താ? സ്വഭാവസ്തു പ്രവർത്തത. സ്വഭാവം, മായ, പ്രകൃതി, സ്വഭാവം പ്രവർത്തിക്കുന്നു. ഒക്കെ പ്രകൃതിയുടെ കളിയാണ്. സ്വഭാവം എങ്ങനെ പ്രവർത്തിക്കുന്നു? സ്വഭാവം പ്രവർത്തിക്കണേനെ നമ്മൾ സ്വതയുള്ളതാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ന കർത്തൃത്വം കുരു ഇതി ന അപി കർമാണി രഥഘട പ്രാസാദാദീനി ഈപ്സിതതമാനി ലോകസ്യ സൃജതി ഉത്പാദയതി പ്രഭുഃ ആത്മാ ന അപി രഥാധികൃതവതഃ തദ്ഫലേന സംയോഗം ന കർമ്മഫല സംയോഗം. യദി കിഞ്ചിദപി സ്വതഃ ന കരോതി ന കാരയതി ച ദേഹി കഹ തർഹി കുർവൻ കാരയൻ ച പ്രവർത്തതേ.
इति उच्यते। स्वभावः तु स्वभावः अविद्यालक्षणा प्रकृतिः माया प्रवर्तते दैवी हि इत्यादिना वक्ष्यमाणा। न कर्तृत्वं कुरु इति न अपि कर्माणि रथघटप्रासादादीनि ईप्सिततमानि लोकस्य सृजति उत्पादयति प्रभु आत्मा न अपि यथाधिकृतवतः तद्फलेन संयोगम न कर्मफल संयोगम। यदि किंचिदपि स्वतः न करोति न कारयति च देहि कः तर्हि कुर्वन् कारयन् च प्रवर्तते इति उच्यते। स्वभावः तु स्वभावः स्वभावः अविद्यालक्षणा प्रकृतिः माया प्रवर्तते दैवी हि इत्यादिना वक्ष्यमाणा। ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു സമാധാനവും സന്തോഷവുമായിട്ട് കേട്ട ആൾക്കാരാണ്. പക്ഷെ അപ്പോൾ ഇത്ര വലിയ സുഖം ഉണ്ടാവില്ല അത് കേൾക്കുമ്പോൾ. പക്ഷെ നിവൃത്തിയില്ലല്ലോ, പഠിച്ചാലേ മതിയാവുള്ളൂ. അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാണ് പഠിച്ചിട്ട്. പ്രശ്നമാവും തോന്നുകയാണെങ്കിൽ. അങ്ങനെയാണല്ലോ നമ്മൾ, അങ്ങനെയില്ലേ? പാമ്പൊക്കെ ഉണ്ട്, എരേനെ കാണുമ്പോൾ കഴിക്കണം തോന്നിയിട്ട് വിഴുങ്ങും. വിഴുങ്ങി ഇത് ഉള്ളിലെത്തുന്നതോടുകൂടി പ്രയാസമാക്കും. പ്രയാസമായി കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ച് പുറത്തേക്കിടും. അപ്പോഴത്തേക്ക് അത് മരിച്ചിട്ടുണ്ടാവും, ഇര മരിച്ചിട്ടുണ്ടാവും, എന്നാലും അതിനെ പുറത്തേക്കിടും. ഇല്ലെങ്കിൽ പാമ്പ് മരിച്ചു. അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ കഴിയുന്നത് ഒരു കുഴപ്പമില്ല, അതവിടെ കിടക്കും, സുഖമായിട്ട് കിടന്ന് ദഹിപ്പിച്ച് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഒക്കെ ദഹിക്കും. വലിയ പൂവൻ കോഴീനെയൊക്കെ അകത്താക്കിയിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കും പാമ്പ്. ഛർദ്ദിക്കുന്ന പ്രക്രിയ രസമാണ്. ഇങ്ങനെയാണ് പോവയ്യ ബാക്കോട്ട്. അതുപോലെ ദഹിക്കണില്ലാച്ചാൽ ഒഴിവാക്കി വയ്ക്കുക. അതുകൊണ്ട് ഘടിക്കാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. അത് ഇത് ഈ കമ്പാർട്ട്മെൻറ്റുകൾ കൊളുത്തണ പോലെയാണ്. ഇപ്പുറത്തെ വേർപെടുത്തി പിന്നെ ഇത് രണ്ടും കൂട്ടിച്ചേർക്കാം. അതിനുള്ള കൗശലം ഉണ്ടായാൽ മതി. മനസ്സിലായില്ല പറഞ്ഞ? സ്വാമി ഇത് പറഞ്ഞ് പേടിപ്പിക്കാണല്ലോ. ഏയ് ഒന്നുമില്ല. അപ്പോ കർത്തൃത്വം കുരു, നീ ഇത് ചെയ്യൂ, ഞാൻ ചെയ്യുന്നു. അപ്പം നീ ചെയ്യൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈശ്വരൻ പറഞ്ഞു. ഉടനെ ഞാനെന്ത് പറഞ്ഞു? ഓ ഞാൻ ചെയ്യുന്നു ഗുരുനാഥ ചെയ്യുന്നു. അല്ലെങ്കിൽ ഈശ്വര ഞാൻ ചെയ്യണു കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നുമില്ലടോ, വെറുതെ തോന്നാണ്. ഗുരു ഇത് കർത്തൃത്വം ന അഭി കർമാണി. പിന്നെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രിയയിലൂടെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നതാണ്. എനിക്കിന്നത്, ഇന്നാൾക്ക് ഇന്നത്, ഇന്നാൾക്ക് ഇന്നത് എന്ന തോതിലുള്ള കർമ്മങ്ങൾ. അതാണല്ലോ ലോകത്തെ ബന്ധിച്ചിരിക്കുന്നത്, കർമ്മങ്ങളല്ലേ. കർത്തൃത്വവും കർമ്മങ്ങളും കൂടിയിട്ടാണ് അപ്പോൾ ലോകത്തെ ബന്ധിച്ചിട്ടുള്ളത്, സംശയമൊന്നുമില്ല. രഥഘട പ്രാസാദാദീനി എന്നാ ഭാഷ്യകാരൻ പറയണത്. രഥം, ഘടം, കൊട്ടാരം തുടങ്ങിയവയൊക്കെ ഈപ്സിതമാനി, ഇച്ഛിക്കപ്പെടുന്നവ, ക്രിയകളിലൂടെ പ്രാപിക്കാൻ ഇച്ഛിക്കപ്പെടുന്നവ, ഇതൊന്നും ലോകസ്യ ന സൃജതി ഉത്പാദയതി പ്രഭു. അതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്. ന അപി രഥാധികൃതവതഃ തദ്ഫലേന സംയോഗം ച. അപ്പോ രഥാദി കർമ്മത്തെ ചെയ്യുന്നവന് അതിൻ്റെ ഫലവുമായിട്ടുള്ള സംയോഗം, എല്ലാ ക്രിയകൾക്കും അതിൻ്റെ ഫലം ഉണ്ടാവും. ആ കർമ്മത്തിൻ്റെ ഫലവുമായിട്ടുള്ള സംയോഗം അതും ഈശ്വരൻ സൃഷ്ടിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാലം ധർമ്മശാസ്ത്രങ്ങളിൽ എന്താ പഠിച്ചേ?
നല്ല ചെയ്താൽ ഭഗവാൻ നല്ല ഫലം തരും, കെട്ടത് ചെയ്താൽ ഭഗവാൻ ദോഷഫലം തരും. അതുകൊണ്ട് നല്ലത് ചെയ്യണം എന്നൊക്കെയാണ് പഠിച്ചത്. അത് നിന്റെ അമ്മ തന്നെയാണ്, അത് നിന്റെ അച്ഛൻ തന്നെയാണ്, അത് നിന്റെ മോൻ തന്നെയാണ്, മോള് തന്നെയാണ് എന്നൊക്കെ ഞാൻ പഠിച്ചു വെച്ചുള്ളത്. ഇവിടെ ഇപ്പൊ പറയണ എന്താ വെച്ചാ, കർത്തൃത്വം ഇല്ല, കർമ്മങ്ങളും ഇതൊന്നും ഇല്ല സ്വതവേ കേട്ടോ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം അഭി സൃജതി. കർമ്മഫല സംയോഗവും പരമാർത്ഥമല്ല. അതൊക്കെ അപ്പൊ പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് എങ്ങനെയാണ് ഭഗവാനെ? യതി കിഞ്ചിതപി സ്വതഹ ന കരോതി ന കാരയതിച്ച്, സ്വതവേ അങ്ങനെ ചെയ്യുന്നും ചെയ്യിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നു ചെയ്യിക്കുന്നു എന്നൊക്കെ ഉള്ളത് എങ്ങനെയാ വരുന്നത്? അതെങ്ങനെ വരുന്നു? കഹ തർഹി കുറുവൻ കാരയൻ ച പ്രവർത്തതേ. ചെയ്യുന്നവനായിട്ടും ചെയ്യിക്കുന്നവനായിട്ടൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കണത് സ്വതവേ ഇല്ലെങ്കിൽ? അപ്പൊ പറയാണ് സ്വഭാവ പ്രവർത്തതേ, സ്വഭാവ സ്വഭാവ അവിദ്യാലക്ഷണാ പ്രകൃതി. അവിദ്യാലക്ഷണയായ പ്രകൃതി അജ്ഞാനം എന്നർത്ഥം. അജ്ഞാനാണ് പ്രവർത്തിക്കുന്നത്. കർമ്മം ഫലം തരുന്നു, കർമ്മത്തിന് ഫലം ഉണ്ട്. ഏത് തലത്തിലാണത്? ഇതേത് തലത്തിലാണ്? ആ തലഭേദമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ തലഭേദം. കരണം ചെയ്യുന്ന ക്രിയ, ആ ക്രിയയ്ക്ക് ഫലം സ്വാഭാവികമായിട്ട് വരുന്നു. ആ ക്രിയയുമായി എനിക്ക് സംയോഗമുണ്ട് എന്നുള്ളത് ഞാൻ അധ്യാരോപിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ അധ്യാരോപണം വന്നിട്ടുള്ളത് അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അപ്പൊ മായ അഥവാ പ്രകൃതി എന്നുള്ളത് ഹേതുവായിട്ടാണ് ഈ കർത്തൃത്വവും കാരയിതൃത്വവും ഭോക്തൃത്വവും കർമ്മ ഫല സംയോഗവും എല്ലാം. കർമ്മകാണ്ഡികൾ ഇവിടെ വരണ്ടല്ലോ. അവനതാ ഒരു വ്യത്യാസവും പറയുന്നത്. നല്ല കർമ്മം, നല്ല ഇപ്പൊ ഇവിടെ അത് പറഞ്ഞു, ഇത് പറഞ്ഞ ആള് പുറത്തു പോയിട്ട് ഇത് പറയുക. നോക്കൂ, അതന്നെയാ പറഞ്ഞത്. ഇത് അവിടെ നല്ല കർമ്മം ചെയ്യൂ, ധാർമ്മികമായി ലോകത്തിൽ ജീവിക്കൂ, നല്ലത് ചെയ്ത് ജീവിക്കണം, ചിത്തശുദ്ധി വളർത്തണം, ഉപാസനകളെ ചെയ്യണം, മന്ത്രോപാസന ചെയ്യണം, പൂജ ചെയ്യണം, ഹോമം ചെയ്യണം എന്നൊക്കെയല്ലേ പറയുക. അതന്നെയാ പറയാം. ശ്രീരാമകൃഷ്ണദേവന്റെ അന്തരംഗ ശിഷ്യന്മാർ തന്നെ ആരെങ്കിലൊക്കെ അഷ്ടാവക്ര ഗീത എടുക്കുമ്പോൾ വഴക്ക് പറഞ്ഞ് മാറ്റിവെച്ചടോ, അന്തരംഗ ശിഷ്യന്മാർ തന്നെയാ. അതൊന്നും വെറുതെ വായിക്കാൻ പോകണ്ടാവും. ആരും കാണാതെ ഒറ്റയ്ക്ക് നരേന്ദ്രനെ വിളിച്ചിട്ട് പറയും, നരൻ ആ അഷ്ടാവക്ര ഗീത വായിക്കണേ. തൻ്റെ മറ്റു ശിഷ്യന്മാരോട്, അതൊക്കെ ശിഷ്യന്മാർ എല്ലാവരോടും പ്രേമം ഒരുപോലെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് നല്ലോണം അറിയാവുന്നത് കൊണ്ട് ഒരു നരൻ അഷ്ടാവക്ര ഗീത വായിക്കണം കേട്ടോ. അത് തന്നെ, അത്രയേ ഉള്ളൂ. കർമ്മകാണ്ഡിയെ ഘടിപ്പിക്കല്ലോ. ഇല്ല, കർമ്മകാണ്ഡികളിൽ ഭഗവാൻ ഇല്ല. പൂർവമീമാംസകന്മാർക്ക് കർമ്മത്തിന് ഫലം കൊടുക്കുന്നത് കർമ്മം തന്നെയാണ്, ഈശ്വരനല്ല. കർമ്മം സ്വതയേവ ഫലപ്രദമാണ്. ഈശ്വരൻ എന്നുള്ള സങ്കല്പം അവിടെ ഇല്ല. അവിടെ വ്യത്യസ്ത വൈദിക ദേവതകളാണുള്ളത്. ആ ദേവതകൾ അതത് ഫലം കൊടുക്കുന്നു. അപ്പോ അവിദ്യാലക്ഷണ പ്രകൃതി അതാണ് പറയണത്. ദൈവീ ഹേഷ ഗുണമയി മമ മായാതുരത്യയ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഗുണമയിയായ ദൈവിയായ ഈ മായ ദുരത്യയ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഈ മായയാണ് ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം പ്രവർത്തിക്കുന്നു. അപ്പൊ പിന്നെ എന്താ പരമാർത്ഥം ഭഗവാനെ? അങ്ങ് ഇതൊക്കെ ഇളക്കി മറിച്ചു. എന്ത്? ആ, സ്വപ്നത്തിലുണ്ട്. സ്വപ്നത്തിലുണ്ട്. ജാഗ്രത സംസ്കാരം അനുസരിച്ച് സ്വപ്നത്തിൽ കർമ്മങ്ങളും ഫലവും സംസ്കാരവും ബന്ധവും സ്വന്തവും നീയും ഞാനും ശത്രുവും മിത്രം ഒക്കെ ഉണ്ട് ജാഗ്രതത്തിലും സ്വപ്നത്തിലും. അപ്പൊ പിന്നെ ഇതൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് 14-ാമത്തെ ശ്ലോകത്തില് കർത്തൃത്വം ഇല്ല, കർമ്മങ്ങളും ഇല്ല, കർമ്മഫല സംയോഗം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ പരമാർത്ഥത്തിൽ എന്താപ്പോ അതൊന്ന് പറഞ്ഞു തരൂ. പരമാർത്ഥതഃ പരമാർത്ഥത്തിലാകട്ടെ നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തെ കസ്യചിത് പാപം വിഭുഃ. വിഭു ആരുടെ പാപവും എടുക്കുന്നില്ല. ന ചൈവ സുകൃതം വിഭു, പുണ്യവും എടുക്കുന്നില്ല. ആരുടെ പുണ്യമോ പാപമോ വിഭു എടുക്കുന്നില്ല. വിഭു ഈശ്വരൻ. വിവിധം ഭാവയതീതി വിഭു, വിശേഷേണ ഭവതീതി വിഭു, വിശിഷ്ടാൻ ഭാവയതീതി വിഭു എന്നൊക്കെ അർത്ഥം പറയാം. വിശേഷേണ ഭവിക്കുന്നവൻ വിഭു, വിശിഷ്ടങ്ങളായവയെ ഭവിപ്പിക്കുന്നവൻ വിഭു, വിവിധങ്ങളായ ഭാവങ്ങളിൽ പ്രകടനാകുന്നവൻ വിഭു എന്നൊക്കെ അർത്ഥം പറയാം ഈശ്വരൻ. ഈശ്വരൻ ആരുടെ പാപം എടുക്കണില്ല, ആരുടെ പുണ്യം എടുക്കണില്ല. ഭഗവാനെ അത് വലിയൊരു അടിയാണുള്ളപ്പോ ഇല്ലേ? ഞാൻ വിചാരിച്ചത് ഞാനൊരു 2010 പൈസ ഇട്ട് എടുക്കാത്ത നോട്ട് ഏതാണെന്ന് വെച്ചാൽ അത് തെരഞ്ഞു പിടിച്ച് വലിയ പണിയില്ല, എടുക്കാത്ത നോട്ട് മാത്രം അങ്ങനെ മാറ്റി വെക്കുക, കേട് വന്നത് മുഷിനൊക്കെ അടുത്ത ദിവസം പോലത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പൊതുവെ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം എണ്ണുമ്പോൾ കിട്ടുന്ന നോട്ട് അധികവും മോഷിഞ്ഞ് നാല് ഒന്നിനും കൊള്ളാത്ത നോട്ടായിരിക്കും പൊതുവെ. ഇവിടെ അല്ല കേട്ടോ, ഇവിടെയൊക്കെ നല്ല 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 ഒന്നാം തരം നോട്ടാകും. അപ്പം അത് ഒക്കെ വിട്ടു. പിന്നെ 4 വഴിപാടും കഴിച്ചു, നാ ഒക്കെ കേമായി. എൻ്റെ പാപമൊക്കെ. അപ്പൊ സ്വാമി ഇത് ശ്രദ്ധിക്കണേ, രണ്ടും 2 തലമാണേ. ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ നിന്റെ എല്ലാ പാപവും തീരുവിടോ എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തു വരും. സ്വാമി തന്നെ ഒരാളുടെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സ്വാമി തന്നെ ഒരാൾക്ക് ഒരു ചരട് കെട്ടി കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇടയിൽ അതൊക്കെ കാണും, ചരടും കെട്ടും, അതും കെട്ടും, അപ്പുറവും കെട്ടും. അത് എന്താ, അത് മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളോട് കളിക്കുമ്പോൾ അത് ആ രീതിയിൽ വേണം. അല്ലാതെന്താ. മിനിയാന്നിവിടെ വലിയൊരു അനർത്ഥത്തിൻ്റെ അങ്ങറ്റുണ്ടാവാനുള്ള സന്ദർഭം ഉണ്ടായി. അനർത്ഥം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഇവിടുന്ന് സ്വാമിജി പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് കാറ് കയറി ഇവിടുന്ന് കാറ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ മക്കൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ചെറിയ മക്കൾ. അപ്പോൾ ഈ കാറ് എടുക്കുന്ന ആൾ സുരക്ഷിത, ഒരു പ്രശ്നമല്ല, അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഗിയറിൽ ശക്തിയിലാണല്ലോ കാർ എടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, എന്നോട് കൈകൊണ്ട് കാണിച്ച് ഡ്രൈവർ ഇങ്ങോട്ട് നോക്കിയിട്ട് എടുക്കുകയാണ്. ഈ സമയത്താണ് മോൻ്റെ പന്ത് ഉരുണ്ട് വരുന്നത്. അപ്പോൾ കൊച്ചു മോൻ്റെ പന്ത് ഉരുണ്ട് വരലും അനിയന്ത്രിതമായ വേഗതയിൽ കുട്ടി ഓടി വരലും കാറിൻ്റെ ബോണറ്റും കുട്ടിയുടെ ശിരസും തമ്മിൽ ഒരു സെൻറ്റിമീറ്റർ ഉണ്ടാവും. അത്രയേ ഉള്ളൂ, 1 സെൻറ്റിമീറ്റർ, അതിൽ കൂടുതലില്ല. ഓ, നല്ല കാലത്ത് ഡ്രൈവർ അങ്ങ് നോക്കലും കുട്ടീനെ കാണലും ബ്രേക്ക് ചവിട്ടലും ഒക്കെ ഒന്നിച്ചാ.
ആകെ പരിഭ്രമിച്ചു. പരിഭ്രമിക്കാണ്ട് നിവൃത്തിയുണ്ടോ? കുട്ടിയുടെ മുഖാകെ വളറി, പ്രശ്നമായി. കുട്ടിയുടെ അമ്മയ്ക്ക് ജീവനുണ്ടോയെന്ന് സംശയമാണ്. അപ്പം എന്ത് ചെയ്തു? അപ്പം ആ കുട്ടിയുടെ അടുത്തൊരു കാറുണ്ട്. ഞാൻ ആ കാറ് മേടിച്ച് കളിച്ചു. ഞങ്ങളൊരു അരമണിക്കൂർ ഇരുന്ന് കളിച്ചപ്പോഴത്തേക്ക് കുട്ടി ഫ്രഷായി, ഉഷാറായി. ആ അപ്പം ചിലർ സ്വാമി ഇങ്ങനെ, ചിലർ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ആ സമയത്ത് സ്വാമി കാറ് ഉരുട്ടി കളിക്കുക. ഇതെന്തൊരു സ്വാമിയാണ്, ഇയാളെ കാണാനാണോ നമ്മൾ വന്നത്? നോക്കണേ, ഇയാളെ കാണാനാ നമ്മൾ വന്നത്? ഇതെന്ത് സ്വാമി? കാറ് ഉരുട്ടി കളിക്കേ. എന്നിട്ട് ആ കുട്ടീനെ തോൽപ്പിക്കുക, ആ കുട്ടീനേക്കാൾ വേഗത്തിൽ കാറ് ഉരുട്ടുക, എന്നിട്ട് അഭിമാനിക്കുക. ഇവനാണോ സ്വാമി? അല്ലേ? പക്ഷെ ആ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കളിച്ചപ്പോഴത്തേക്ക് കുട്ടി ഈ ആഘാതത്തിൽ നിന്നൊക്കെ മുക്തനായി സന്തോഷമായിട്ട് പോയി. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ കുട്ടിക്ക് പനി വരും രാത്രിയാവുമ്പോൾ. പനി മാത്രമല്ല, ചിലപ്പോൾ വല്ല പ്രശ്നങ്ങൾ വന്നാലോ. കാരണം ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ട്രാപ്ഡ് ഇമോഷൻസ് ആണ് പിന്നീട് പല പല അതിമാരകങ്ങളായ വ്യക്തിത്വ വികലതകളായിട്ട് പുറത്തു വരിക. അപ്പൊ അതൊക്കെ പറയണം. പുണ്യം ചെയ്തോളൂ, എന്താ പറയേണ്ടത്, പാപം ചെയ്യാതിരിക്കണം, പൂജ ചെയ്തോളൂട്ടോ, ഭഗവാൻ പ്രത്യേകം പ്രസാദിക്കും. ശനിയാഴ്ച അയ്യപ്പനെ തന്നെ പൂജിക്കണം, ഇല്ലേ? വ്യാഴാഴ്ച മഹാവിഷ്ണു, ഞായറാഴ്ച ഹോളിഡേ. ആരാ ഞായറാഴ്ച ആരാ? ആദിത്യൻ. തിങ്കളാഴ്ച ശിവൻ. ബുധനാഴ്ച ഗണപതി. എനിക്കറിയില്ലേ. വ്യാഴാഴ്ച വിഷ്ണു എന്ന് കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ഭഗവതി, ശനിയാഴ്ച അയ്യപ്പനുണ്ടോ? ഇങ്ങനെയൊക്കെയാ. അതൊക്കെ വേണം. അങ്ങനെയൊക്കെ തന്നെയാ വേണ്ടത്. അയാളെ പൂജിക്കുമ്പോൾ കുറച്ച് പായസം വെച്ച് പൂജിച്ചോളൂ. ഇയാളെ പൂജിക്കുമ്പോൾ കുറച്ച് കള്ള് വെച്ച് പൂജിച്ചോളൂ. അയാളെ പൂജിക്കുമ്പോൾ അടയാ നല്ലത്, അപ്പമാണ് നല്ലത്, ഒക്കെ വേണം. വേണം. വേണ്ട പറയരുത്. ഇത് ക്ലാസ് വേറെയാണ്. അവിടെ പഠിക്കുന്നവർ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിക്കുന്നവർക്ക് അവിടെ പോയാൽ കുഴപ്പമില്ല. ഏത് കളിയും കളിക്കാം, ഒരു കുഴപ്പമില്ല. തലഭേദം മനസ്സിലാക്കുക. തൈരയം ന വിരുദ്ധ്യത. ഒരു ദാർശനികനുമായും വേദാന്തിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോ ആരുടെ പുണ്യവും ഭഗവാൻ എടുക്കണില്ല, ആരുടെ പാപവും ഭഗവാൻ എടുക്കണില്ല. അത് ഉറച്ചു മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. അതോ അജ്ഞാനേനാവൃതം ജ്ഞാനം. അജ്ഞാനം കൊണ്ട് ജ്ഞാനം സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. തേന അതിനെ കൊണ്ട് മുഹ്യന്തി ജന്തവഹ, ജന്തുക്കൾ മോഹിക്കുന്നു. ആ മോഹമാണ് ഈ സംസാരം. ശരി, നോക്കൂ. ഇവിടെ ഓർമ്മ വരുന്നത്, ഇതിപ്പോൾ ഓർമ്മ അങ്ങനെ വന്നാൽ മുന്നോട്ട് നീങ്ങില്ല. അപ്പം തന്നെ നമ്മൾ പിന്നില്ല. 90 നമ്മൾ എത്തിയ ഉടനെ, കൊളത്തൂർ എത്തിയ ഉടനെ 1990 അപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങനൊരു സന്യാസി ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി 4 പേര് വന്നു. അതിലൊരാൾ ഇപ്പോഴും നമ്മളുമായിട്ട് സമ്പർക്കം വെക്കുന്നുണ്ട്. ഒരാൾ, 2 പേര് മരിച്ചു കഴിഞ്ഞു. 2 അല്ല 3 മരിച്ചു. ഒരാളെ ഇപ്പോൾ ഉള്ളൂ. 3 പേരും മരിച്ചു. അങ്ങനെ ഇവർ 4 പേര് വന്നു. കേമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞവർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു സംശയം അവർക്ക് തുറന്ന് ചോദിച്ചു കേട്ടോ. അതിൽ സന്തോഷം. സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഞങ്ങൾ സന്യാസിമാരെ നമസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ ശക്തി അവർ വലിച്ചു ഊറ്റിയെടുക്കുമെന്നാണ്. അത് സന്യാസിമാർ ആര് അവരെ നമസ്കരിക്കുന്നുവോ അവരുടെ ശക്തി വലിച്ചു ഊറ്റിയെടുക്കുമെന്ന്. ഇതാണ് സംശയം. അപ്പോൾ ഞാൻ എന്താ പറയുക അവരോട്? ഞാൻ പറഞ്ഞു, സാധ്യത ഇപ്പം തിരിച്ചിട്ടാണ്.
കാരണം താളഭാഗത്ത് കൂടിയാണല്ലോ വലിച്ചു ഊറ്റാൻ പറ്റുക. അപ്പോൾ ഇത് കാൽക്കൽ നമസ്കരിക്കുമ്പോൾ ഇതിൻ്റെ ശക്തി നിങ്ങൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകണുണ്ടോ എന്ന് മാത്രമേ നോക്കണ്ടൂ. അവിടെ നിങ്ങോട്ട് വലിക്കണമെങ്കിൽ ശരിയാവാൻ സാധ്യതയില്ല. തമാശ പറഞ്ഞാണ്. ഉറപ്പാണല്ലോ സ്വാമി? ഉറപ്പാണ്. അവർ പോയി. ഇനി പറയുന്നു, ഒരു വിദ്യാഭ്യാസപരമായിട്ട് എത്ര ഉയർന്നവരാണെന്ന് പറയാൻ വയ്യ. ഒരാൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും അതിൻ്റെ മുകളിലുള്ള ഡോക്ടറാണ്, അലോപ്പതി. വേറൊരാൾ വലിയൊരു ഒരു ഒരു വിഭാഗത്തിൻ്റെ തലവനായിട്ട് ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ കമ്മീഷണറൊന്നും അല്ല, അതിനേക്കാൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ്. വേറൊരാൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ IG പോസ്റ്റിലിരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഭൗതികമായി ഇത്രയ്ക്കധികം വിദ്യാധനന്മാരാണ് അവർ എന്നാ പറഞ്ഞത്. അവർക്കാണ് ഈ സംശയം വന്നത്. നമ്മൾ എവിടെ എത്തി നിൽക്കണമെന്നുള്ളതിന് വേറെ ദൃഷ്ടാന്തം പറയേണ്ട ആവശ്യമുണ്ടോ? ഊറ്റിയെടുക്കുമെന്നാണ്. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം. ഒരുത്തൻ്റെ പുണ്യവും ഒരുത്തൻ്റെ പാപവും ഈശ്വരൻ എടുക്കണില്ല. അപ്പൊ ഇതൊക്കെ തോന്നണം എങ്ങനെയാണ്? അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അതൊക്കെ പ്രശ്നമാണ്, ആകെ പ്രശ്നമാണിത്. അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ്. ഭഗവാനോടൊരു നിവേദനം കൊടുക്കേണ്ടതാണ്, ഇതൊന്നും പറയരുതായിരുന്നു എന്നാണ്. ഭഗവാൻ പറഞ്ഞു എന്നുള്ളത് പരമാർത്ഥമാണല്ലോ. അപ്പോ നാദത്തെ നച്ച ഗൃഹണാതി ഭക്തസ്യ അപി കസ്യചിത് പാപം നച്ച ഏവ ആദത്തെ സുകൃതം ഭക്തൈഹി പ്രയുക്തം വിഭുഹു. കുറച്ചും കൂടി സ്പഷ്ടമായിട്ടാണ് ഭാഷ്യകാരൻ എഴുതുന്നത്. നമ്മൾ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി കേമായിട്ടാണ് ഭാഷ്യകാരൻ എഴുതുന്നത്. വായിച്ചു നോക്കൂ. ന ആദത്തെ നച്ച ഗൃഹണാതി ഭക്തസ്യ അപി കസ്യചിത് പാപം നച്ച ഏവ ആദത്തെ സുകൃതം ഭക്തൈഹി പ്രയുക്തം വിഭുഹു. ഒരുത്തൻ്റെയും ഒരു ഭക്തന്റെ പോലും പാപത്തെ ഭഗവാൻ എടുക്കണില്ല. ഭഗവാനെ എൻ്റെ പാപമൊക്കെ എടുത്ത് മാറ്റണേ എന്നാണല്ലോ ഇപ്പൊ പറയണത്. പിന്നെ നിന്റെ പാപം എടുക്കാതിരിക്കല്ലേ ഭഗവാൻ? വേറെ പണിയില്ല. നാദത്തെ കസ്യചിത് പാപം, ആരുടെ പാപവും ഈശ്വരൻ എടുക്കണില്ല. ഭക്തസ്യ അപി, ഭക്തന്റെ ആയാലും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ്. കാരണം പലർക്കും ഇതൊക്കെ ഒരു ആഘാതമായിരിക്കും. അവർക്ക് ആകെ കൂടി ഒരു ആശ്രയമുള്ളത് നഷ്ടപ്പെട്ട മട്ട് വരും. പിന്നെ അതും ഇല്ല ഇതും ഇല്ല എന്നാവും. അപ്പോ ഞാനോ നിന്റെ പാപത്തെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖമായി. ഇത് നിന്റെ പാപത്തെ എടുക്കാനല്ലേ ഞാൻ വന്നത് എന്ന് പറയുന്നവരിലേക്ക് പോകും ആൾക്കാർ. അതുകൊണ്ട് ലോകസാമാന്യമായിട്ട് ഇത്തരം രഹസ്യ വിദ്യകൾ ഉപദേശിക്കരുത്. അവിടെ എന്താ പറയേണ്ടത്? പിന്നെ എല്ലാ പാപവും ഭഗവാൻ ഇല്ലാണ്ടാക്കും. എടുക്കുന്നു പറയരുത്. എടുക്കുന്ന പറഞ്ഞാൽ കള്ളത്തരാവും. ഇല്ലാണ്ടാക്കും എന്ന് പറയാം. അപ്പൊ അതിൽ കള്ളത്തരം ഇല്ല. നല്ല തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോ ദൂരെ ഒരാള് തീ ഇട്ടിട്ട് തീ കായുന്നത് കണ്ടു. ഇപ്പൊ തണുത്ത് വിറച്ചിരിക്കുന്ന ആള് പതുക്കെ അങ്ങോട്ടും എല്ലാം നടന്നു.
അതിൻ്റെ ഒരു നിശ്ചിത അകലത്തിലെത്തി ഇരുന്നപ്പോൾ തണുപ്പ് നീങ്ങി. തണുപ്പ് പോയില്ലേ? സുഖായില്ലേ? ആയി. അഗ്നി തണുപ്പെടുത്തോ ഇല്ലയോ? ഇല്ല. അഗ്നി ഇയാളുടെ തണുപ്പെടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇയാൾക്ക് തണുപ്പ് അകലുക എന്ന ഫലം ഉണ്ടായില്ലേ? ഉണ്ടായി. ഇതുപോലെ ഭഗവത് നാമജപം, പൂജകള്, ഹോമങ്ങള്, കീർത്തനങ്ങളൊക്കെ കൊണ്ട് പാപം ഇല്ലാണ്ടാവും. ഇല്ല എന്ന് പറയണില്ല. അത് ഭഗവാൻ എടുക്കുക എന്നാരും വിചാരിക്കരുത്. അങ്ങനെ ഭഗവാൻ എടുക്കുകയാണെങ്കിൽ ഭഗവാൻ മഹാഭാവിയായി പോകും. 100 പേരുടെ എടുത്തു കഴിഞ്ഞാൽ ഒരാളൊരു കിലോഗ്രാം തൂക്കം എടുത്ത് നടക്കുകയാണ്. അത് ഞാൻ എടുക്കാം കേട്ടോ, നീ എടുക്കണ്ട എടുത്തു. കുറച്ച് കഴിയുമ്പോൾ വേറൊരാളുണ്ട്, ഈ പാവൻ 2 കിലോ എടുക്കണ്ടേ. ഒരു 100 ആൾക്കാരതാകുമ്പോഴത്തേക്കോ 100 കിലോ എടുക്കണ്ടേ. എന്ത് ചെയ്യും? തളർന്നു പോയില്ലേ? ആരുടെ പുണ്യം എടുക്കണില്ല, ആരുടെ പാപം എടുക്കണില്ല. സുഹൃതം സുഹൃതം എടുക്കണില്ല, പുണ്യം എടുക്കണില്ല, രണ്ടും എടുക്കണില്ല. കിമർത്ഥം തർഹി ഭക്തൈഹി പൂജാദിലക്ഷണം യാഗദാന ഹോമാദികം ച സുഹൃതം പ്രയുജ്യതേ ഇത്യാഹ. അജ്ഞാനേനാവൃതം ജ്ഞാനം വിവേക വിജ്ഞാനം തേന മുഹ്യന്തി കരോമി കരയാമി ഭോക്ഷ്യെ ഭോജയാമി ഇത്യേവം മോഹം ഗച്ഛന്തി അവിവേകിനഃ സംസാരിണഃ ജന്തവഃ. കിമർത്ഥം തർഹി ഭക്തൈഹി പൂജാദിലക്ഷണം യാഗദാന ഹോമാദികം ച സുകൃതം പ്രയുജ്യതേ ഇത്യാഹ. അജ്ഞാനേന ആവൃതം ജ്ഞാനം വിവേകവിജ്ഞാനം തേന മുഹ്യന്തി കരോമി കാരയാമി ഭോക്ഷ്യെ ഭോജയാമി ഇത്യേവം മോഹം ഗച്ഛന്തി അവിവേകിനഃ സംസാരിണഃ ജന്തവഃ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഭഗവാൻ ആരുടെ പുണ്യം പാപം എടുക്കണില്ലേ? ഇല്ല. പിന്നെന്തിനാ ഈ ഭക്തന്മാര് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുക? പൂജാതി ലക്ഷണം, യാഗം, ദാനം, ഹോമം ഇതൊക്കെ ചെയ്യണ്ടല്ലോ. അതൊക്കെ എന്തിനാ? എന്തിനാ സുഹൃതം പ്രയോജ്യത ഈ സുഹൃതമൊക്കെ ചെയ്യണത്? പറയുന്നു, അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുക. സ്വരൂപബോധം ഇല്ല. സ്വരൂപബോധം ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. അതുകൊണ്ട് പൂജ ചെയ്യേണ്ട, ഹോമം ചെയ്യേണ്ടെന്ന് ഭാഷകാരൻ പറഞ്ഞോ? അജ്ഞാനി, ഞാൻ അജ്ഞാനിയാണെന്ന് അംഗീകരിച്ച് ജീവിക്കണം. അതാ വേണ്ട. എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമുണ്ട്. 10 പേര് പർവ്വതാരോഹണത്തിന് പോവുകയാണ്. ശ്വാസം മുട്ടുള്ള ആൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അയാൾക്കും ജീവിക്കാനുള്ള അർഹത ഉണ്ട്. അയാൾ താഴ്ത്തിരുന്നാൽ മതി. വെറുതെ മുകളിലേക്ക് കയറിയിട്ട് ഉപദ്രവം ഉണ്ടാക്കണ്ട. അതാണ്. അയാൾക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്. 2 പേർക്കും തുല്യമാണ്. ഓരോരുത്തർക്കും ഓരോ മേഖല. ഇവിടുന്നൊരു തീർത്ഥയാത്ര പോകാൻ ഒരുങ്ങുന്നു. കുറേ പേരുണ്ട്. അപ്പോൾ ഒരമ്മ, എന്നെയും കൊണ്ടുപോകണം. വേണ്ട, എന്നെയും കൊണ്ടുപോകണം. അവസാനം ഈ അമ്മ ചൂടായി. എന്നെ കൂട്ടാണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ തല പൊട്ടിച്ചിട്ടേ നിങ്ങളുടെ വണ്ടിയുടെ ചക്രം ഉരുള്ളൂ. അതാ, അത് കുറച്ച് കടന്ന കൈയാണല്ലോ. അവർ പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആകെ പ്രശ്നവും. അവരെ തല പൊട്ടുന്നത് മാത്രമല്ല, യാത്രയും പൊട്ടിപ്പോവും. അപ്പോൾ ആകെ പ്രശ്നമായി. അപ്പോൾ ഞാൻ ഒരു ഉപായം കണ്ടു. ഞാൻ പറഞ്ഞു, അമ്മേനെ കൊണ്ടുപോകാം. എന്തൊരു സന്തോഷം, എന്തൊരു നല്ല സ്വാമിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് ഒരു 20 പ്രാവശ്യം ഈ വഴി കൂടെ അങ്ങോട്ട് ഓടുക. കയറ്റം കയറുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക, ഓടി കയറുക. ഒരു 20 പ്രാവശ്യം കേടി കിതയ്ക്കാതെ എൻ്റെ അടുത്ത് തിരിച്ചു വന്നാൽ അമ്മേനെയും കൂട്ടാം. അത് മതി സ്വാമി, അത് മതി. എവര് പോയി 1 പ്രാവശ്യം ഓടാൻ പറ്റും അവർക്ക് ഈ കയറ്റം? നാവൊക്കെ നീട്ടി വന്നു. ഞാൻ അല്ല സ്വാമി. അപ്പം മനസ്സിലായില്ല. ഇല്ല, ശരി, ഇവിടെ ഇരുന്നോളൂ, സന്തോഷമായിട്ട് നാമം ജപിച്ചോളൂ. അംഗീകരിച്ചു. അത്രയേ ഉള്ളൂ. ഇത് കഥയല്ല, ഉണ്ടായിട്ടുള്ള സംഭവം പറയണത്. 1997 ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഈ ലോകത്തിലുണ്ട് വ്യവഹാരങ്ങൾ. ആർക്കും ഇല്ലാതില്ല.
അത് അധികാരമനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുക. അപ്പം യാഗം, ദാനം, പൂജ, ഹോമമൊക്കെ ചെയ്യണം. കാരണം ഞാൻ അജ്ഞാനിയാണെന്ന് അംഗീകരിച്ചോളുക. ഭഗവാനെ എൻ്റെ അറിവില്ലായ്മ നീക്കിത്തരണേ, അറിവില്ലാ പൈതങ്ങളാണ് പൊന്ന് ഭഗവാനെ, എന്താ വിരോധം? നല്ലതല്ലേ? അംഗീകരിക്കുക, അംഗീകരിച്ച് ജീവിക്കുക. അല്ലാതെ അവൻ വേദാന്തിയുടെ കളി കളിക്കരുത്. അപ്പം രണ്ടും കൂടി ആവുമ്പോൾ ദ്വന്ദ്വം വരും. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് വിവേകവിജ്ഞാനം അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജന്തുക്കള് ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യിക്കുന്നു, ഞാൻ ഭക്ഷിപ്പിക്കുന്നു, ഞാൻ ഭക്ഷിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നത്, ഉപാധിധർമ്മങ്ങളെ തന്നിലേക്ക് അധ്യാരോപിക്കുന്നത്. അതുകൊണ്ടാണ് പരമാർത്ഥത്തിൽ ആത്മാവിൽ കർത്തൃത്വമോ കാരയിതൃത്വമോ ഇല്ല. ഇതറിഞ്ഞവൻ, നേരത്തെ ബന്ധിപ്പിക്കുക, ഇതറിഞ്ഞവൻ 9 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ സുഖമായിട്ട് ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു. അല്ലാത്തവര് സത്കർമ്മങ്ങൾ ചെയ്തോളുക. അപ്പൊ എത്ര കാലം ചെയ്യണം? ചോദ്യം. കൊഴിഞ്ഞു പോണവരെ ചെയ്യണം, അല്ലേ? ബോധം പ്രകാശിക്കണവരെ ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ എന്താ വഴി? വേറെ വഴിയില്ലല്ലോ. ഇതാണ് സത്യം. സത്യസ്യ സത്യം, സത്യത്തിൻ്റെ സത്യം ഇതാണ്. അപ്പം മറ്റതൊക്കെയോ? മറ്റതൊക്കെ സത്യം, മറ്റതൊക്കെ സത്യമാണ്. സത്യമല്ല എന്ന് പറയാൻ പാടില്ല. ശരി, സന്തോഷം.